നമസ്കാരം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതോടെ നേതാക്കന്മാർക്കൊക്കെ അത് ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി വിറളി പിടിച്ചു. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണം ഉണ്ടായാൽ അതിന്റെ തിരിച്ചടി ഊഹിക്കാവുന്ന കോൺഗ്രസ് അതിനെതിരെ കച്ചമുറുക്കുമ്പോൾ ഭരണം നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് ഭരണപക്ഷം. പിണറായി സർക്കാർ ഭരണം നിലനിർത്താൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അതിരൂക്ഷ പ്രതികരണം നടത്തുകയാണ് പ്രതിപക്ഷം നിലവിൽ. അതിനിടയിൽ പല ആവർത്തി സർക്കാരിനെതിരെ കോടതി തന്നെ രംഗത്തെത്തേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്പാർക്ക് ഡാറ്റ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. നടപടി പ്രഥമ ദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ തുടർ സന്ദേശങ്ങൾ അയക്കരുതെന്നും കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സ്പാർക്ക് ഡേറ്റയുടെ ദുരുപയോഗം തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ നടപടിയുണ്ടായത്. കേരള ഹൈക്കോടതി സർക്കാരിന്റെ നടപടിയെ ശക്തമായി വിമർശിച്ചതോടെ പിണറായി സർക്കാർ അടുത്ത വട്ടം കൂടി തുടർഭരണം പിടിക്കാൻ കരുതിക്കൂട്ടി നടത്തിയ തന്ത്രത്തിന്റെ കടക്കൽ കത്തിവെച്ചു. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. ശമ്പള പരിഷ്കരണം, DA വർധനവ് അടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കും സന്ദേശം അയച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അനുമതിയില്ലാതെ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് എന്നും ഒപ്പം 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ വ്യക്തമായി പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പരും മറ്റും ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു. ഇത്തരം വിവരങ്ങൾ മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്ന കാര്യവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്ന് സർക്കാർ ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. അങ്ങനെയല്ല എന്നും സർക്കാരിൽ നിന്ന് ഒരു ഗുണഫലവും പറ്റാത്തവർക്കും സന്ദേശം അയച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആർക്കും ലഭ്യമാകുന്ന വിവരമാണെങ്കിൽ സ്പാർക്കിലുള്ള ഡേറ്റയ്ക്ക് എന്ത് സംരക്ഷണമാണ് ഉള്ളതെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവകരം. പ്രഥമ ദൃഷ്ട്യാ ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഗൗരവകരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. എങ്ങനെയാണ് വ്യക്തികളുടെ വിവരങ്ങൾ ലഭിച്ചത് എന്നീ ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. ഇനി കേസ് പരിഗണിക്കുന്നതുവരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ല എന്ന് എഴുതി തരാനും കോടതി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ഓഫീസിന്റെ നടപടികൾ ആദ്യം പൊതുജനങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇതിന്റെ മറുവശത്ത് വ്യക്തിഗത ഡേറ്റയുടെ ദുരുപയോഗ സാധ്യത ഉയർന്നിരിക്കുകയാണ്. ഹർജിയിൽ പ്രതിപാദിച്ചത് സ്പാർക്ക് ഡേറ്റയുടെ ഉപയോഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്വകാര്യ അവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തിലായിരുന്നുവെന്നാണ്. ഹൈക്കോടതി ഘട്ടത്തിൽ ഡേറ്റയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിനെ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾക്കും വിശ്വാസത്തിനും ഭീഷണിയാണെന്ന് വ്യക്തമായി ഓർമ്മിപ്പിച്ചു എന്ന് വേണം പറയാൻ. സംസ്ഥാന സർക്കാരിന്റെ നടപടി പ്രഥമ ദൃഷ്ട്യാ സർക്കാർ പ്രൊജക്ടുകളുടെ ഭാഗമെന്ന് വെച്ച് ന്യായീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെന്ന സംശയങ്ങൾ ഉയരുകയാണ്. പൊതുജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നിയമപരിധിയില്ലാതെ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനായുള്ള നയം എന്ന ആരോപണങ്ങൾക്ക് വാതിലൊരുക്കുന്നുണ്ട്. വ്യക്തിഗത ഡേറ്റയുടെ സുരക്ഷ, പൊതുജന സ്വാതന്ത്ര്യം, ജനങ്ങളുടെ വിശ്വാസം എന്നിവ സംരക്ഷിക്കപ്പെടാതെ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവുന്നതല്ല. പിണറായി സർക്കാരിന്റെ അടുത്ത അധികാരം പിടിക്കാനുള്ള ശ്രമത്തിൽ ഈ കേസിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണവും നിർദ്ദേശവും വലിയ തടസ്സമായി മാറിയിരിക്കുന്നു എന്നതാണ് നിലവിലെ വസ്തുത.